തനിമ മലപ്പുറം ഫിലിം സെക്രട്ടറിയായും കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും വളാഞ്ചേരി പ്രസ് ക്ലബ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ ജില്ലാ ഉപജില്ലാ തലങ്ങളിലും മറ്റ് സർക്കാർ കുടുംബശ്രീ സ്കൂൾ മേഖലയിലും വാർത്താ വായനാ മത്സരം, വിവിധ കലാമത്സര പരിപാടികളുടെ ജഡ്ജ്മെന്റ് പാനലിലും 5 വർഷമായി തുടർന്ന് പ്രവർത്തിക്കുന്നു. ആങ്കറായും ശബ്ദ കലാകാരിയായും സിനിമ, ഷോർട്ട് മൂവി, പരസ്യ ചിത്രങ്ങളിൽ നടിയായും പ്രവർത്തിക്കുന്നു. ആദ്യ കൃതിയായ പ്രണയപൂർവം പടച്ചോൻ എന്നത് അവരുടെ ആത്മാവിന്റെ കവിതയാണ്. ദൂരെയായി എന്ന മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. JCI വളാഞ്ചേരി പുരസ്കാരം, ആമലറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് പ്രശസ്തി പത്രം, മണപ്പുറം സാംസ്കാരിക സദസ്സിന്റെ ഉപഹാരവും ആദരവും, IRHSൽ നിന്നും ഗവൺമെന്റിന്റെ സർഗപ്രതിഭ ആദരവും, വളാഞ്ചേരി ചെഗുവേര വെൽഫെയർ ഫൗണ്ടേഷന്റെ മാധ്യമ അവതാരക രത്നം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഹസ്ന യഹിയ മാഡത്തെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡത്തെയും ടീം ഇൻചാർജിലെ അംഗങ്ങളെയും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഹസ്ന മാഡത്തെ ക്ഷണിക്കുന്നു. മാം, പ്ലീസ്. പ്രിയമുള്ളവരെ, കേൾക്കാമെന്ന് തോന്നുന്നു അല്ലെ? ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ഒന്ന് ആൻസർ ചെയ്യണേ, കാരണം വിസിബിൾ അല്ലല്ലോ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിജിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം അഭിമാനമുള്ള ഒരു കാര്യമാണ്. പക്ഷെ സിജിയിലുള്ള ആളുകള് എല്ലാവരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാവും എന്നുള്ള ആ ഒരു വിശ്വാസവും എനിക്കുണ്ട്. നമ്മുടെ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകള് അത് നമ്മോടൊപ്പം തന്നെ ജനിച്ചു വന്നവയാണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്കൊക്കെ എല്ലാ മനുഷ്യനെയും പടച്ചോന് സൃഷ്ടിച്ചിട്ടുള്ളത് എന്താ പറയാ, എല്ലാവർക്കും ഏതൊരു മനുഷ്യനും പടച്ചോന് ഒരു കഴിവുമില്ലാണ്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരുടെ ഉള്ളിലും പലതരം കഴിവുകൾ അള്ളാഹ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയട്ടെ. പിന്നെ ഒരു വലിയ ക്ലാസ്സൊന്നും എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പൊ ഞാനുള്ളത്. ഇന്നലെ ഫുള്ള് നല്ല പനിയായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സമ്മതിക്കണ്ടേ, മിണ്ടണ്ടേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് കിടന്നു, മരുന്നുമായിട്ടൊക്കെ കിടന്നത്. ഇന്ന് എണീറ്റപ്പോ പനി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ അലങ്കാരങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോ നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ സാഹചര്യങ്ങള് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള തിന്മയെയും നന്മയെയും വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കഴിവ് എന്ന് പറഞ്ഞാല് കഴിവിനെ ദുരുപയോഗം ചെയ്യുകയും അതുപോലെ തന്നെ കഴിവിനെ നന്മയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തിനോട് ഇടപഴകാനുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ സമൂഹത്തിനും കൂടെയാണ് തൻ്റെ ജനനം, അല്ലെങ്കിൽ തന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടു കൂടെ തൻ്റെ കഴിവുകളെ പുറത്തേക്ക് എടുക്കുമ്പോഴുമാണ് ആ മനുഷ്യന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടിനെ കൂട്ടിപ്പിടിക്കുക എന്നത്.
അത് എല്ലാവർക്കും കഴിയണമെന്നുമില്ല. നമ്മുടെ ഇപ്പൊ ഒരു വ്യക്തിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, കുഞ്ഞുനാളില് ലോകപ്രശസ്തയായ ഒരു വ്യക്തി കുഞ്ഞുനാളില് അവരുടെ ഒരു 7 8 വയസ്സില് വളരെ ശാരീരികമായിട്ട് സ്വന്തം അമ്മയുടെ കാമുകനാല് റേപ്പ് ചെയ്യപ്പെടുകയാണ്. ആ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അവരില് ഉണ്ടാവുന്ന, അതായത് റേപ്പ് ചെയ്യപ്പെട്ട ആളെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനാൽ അവർ ഏകദേശം 5 6 വർഷത്തോളം മൗനമായിരിക്കുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞിന്റെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതം ഇല്ലാതായോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന അത്രമാത്രം ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു കുഞ്ഞായിരുന്നു. കാലങ്ങൾക്ക് ശേഷം അവർ വളർന്നു വന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള, അതല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു വർഗം എന്ന് പറയാം. അതായത് അമേരിക്കയിലൊക്കെ ഒരു കാലത്ത് റേസിസം നന്നായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവരുടെ ഒരു കടന്നുവരവ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മായ ആഞ്ചലു പ്രശസ്തയായ പിന്നെ എഴുത്തുകാരിയായിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു. എന്താ പറയാ, അവരുടെ ഒരു പുസ്തകം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വൈ ദ ബേർഡ്സ് വൈ ദ കേജ്ഡ് ബേർഡ്സ് സിങ്സ് എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് കൂട്ടിലടക്കപ്പെട്ട പക്ഷി കരയുന്നത്? അതിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ട് കൂട്ടിലടക്കപ്പെട്ട. അപ്പൊ ഈ കൂട്ടിലടക്കപ്പെട്ട പക്ഷി തന്നിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കണം. പുറത്ത് പാറി നടക്കുന്ന, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരെ പോലെ തന്നെയാണ് കൂട്ടിലടക്കപ്പെട്ട പക്ഷി. ആ കൂട്ടിലടക്കപ്പെട്ട പക്ഷി തൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പാടിത്തീർത്ത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മറ്റൊരു കാര്യം, മറ്റൊരു പ്രതിബിംബമാകുന്നത് ഒരു രാഷ്ട്രത്തില് അവഗണിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി കൂട്ടിലടക്കപ്പെട്ടാലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ റേസിസത്തിന് ഒരു പരിധി വരെ അവർക്ക് പിന്നെ മറ്റുള്ളവരെ കൂട്ടിപ്പിടിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് മായ ആഞ്ചലുവിന്റെ ഒരു അവരുടെ ഇന്നർ പവറിനെ അവര് പുറത്തേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ അനുഭവിച്ച പീഡനം കാരണം ഒതുങ്ങിപ്പോകേണ്ടിരുന്ന ഒരു ജീവിതം സ്വയം പ്രകാശിച്ചുകൊണ്ട് പിന്നീട് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇടയിലുമുണ്ട്. ആ ആളുകള് എന്തുകൊണ്ടാണ് ഒതുങ്ങിപ്പോകുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അവര് അനുഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഭയമാണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് നമ്മളൊന്നുമല്ല എന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും ഒന്നും അല്ല. നമ്മുടെ പിന്നെ ഉള്ളിലുള്ള നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിത്ത്, ആ വിത്തിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ വൃക്ഷമാണ്, അല്ലെ? ആ ഒരു ആ വിത്ത് വന്ന് മുളച്ചിങ്ങനെ വന്ന് അത് പ്രതിരോധിക്കുന്ന പ്രതിരോധങ്ങളുണ്ട്. മഴ, കാറ്റ്, പിന്നെ സൂര്യന്റെ വളരെ ശക്തമായിട്ടുള്ള പിന്നെ സൂര്യകിരണങ്ങളെ അത് തരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ 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 ആ ഒരു വിത്ത് മുളച്ചു വന്ന് ഒരു വടവൃക്ഷമായി മാറി മറ്റുള്ളവർക്ക് തണലായിട്ടും അതുപോലെ തന്നെ സ്വന്തം അതിജീവിച്ചത് പിന്നെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം രൂപത്തിൽ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്ന് പറഞ്ഞാല്. ഈ കഴിവുകളെ കണ്ടെത്തി ആത്മവിശ്വാസത്തോടുകൂടെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതിന്
ഏറ്റവും വേണ്ടത് നമ്മുടെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് ചെയ്താലും അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ചെയ്താലും അത് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുഭാഗത്തു നിന്ന് നമുക്ക് പ്രോത്സാഹനങ്ങളോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോ നമുക്ക് കിട്ടണമെന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ വിലമതിക്കേണ്ടത്, അതിന്റെ മൂല്യത്തെ കാണേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ആ ഞാൻ ഇന്നതെല്ലാം ചെയ്യുന്നുണ്ട്, അതിന് നമ്മളാണ് ആദ്യം വാല്യൂ ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പരാജയങ്ങളായിരിക്കും മുൻപോട്ട് വെക്കാനുള്ളത്. കാരണം നമ്മളെ സ്വയം പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല, വേണ്ടത്ര നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ക്ഷമ, രണ്ടാമത്തെ ഒരു കാര്യം, ആത്മവിശ്വാസം പോലെ തന്നെ ക്ഷമയുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെ യെസ് എന്നും അല്ലാത്തതിനെ നോ എന്നും പറയണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു രൂപത്തില് പോകുമ്പോൾ ക്ഷമ എത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തും എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കുട്ടികളെ കൂടി നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് പിന്നെ വിപരീത ഫലം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ നമുക്ക് നോക്കിയാൽ അറിയാം. അവർ എല്ലാത്തിനും നോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എവിടെയാണ് നോ പറയേണ്ടത്, എവിടെയാണ് യെസ് പറയേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ അത് സ്വയം ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. ആത്മവിശ്വാസം, ക്ഷമ, അതോടൊപ്പം തന്നെ ധൈര്യത്തോടു കൂടെ നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ, മധുപാൽ സാറുടെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ഞാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തില് മായാസഞ്ചാരം, അദ്ദേഹം ഫസ്റ്റ് പറയുന്നത് ഈ ഭരത് ഗോപി സാറ് കണ്ടുമുട്ടിയ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോ ലെജൻഡ് ആയിട്ടുള്ള ഭരത് ഗോപി സാറിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ സംവിധാന രൂപത്തിലേക്ക്, സംവിധാനം എങ്ങനെ ഒരു പടം സംവിധാനം ഡയറക്ഷൻ രൂപത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് ചോദിച്ചത് പിന്നെ മധുപാൽ സാറെ കണ്ടേക്ക് താൻ സ്ക്രിപ്റ്റ് പഠിച്ചോ എന്നാണ്. അപ്പൊ അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു പടത്തെ, ഒരു സിനിമയെ മുഴുവനായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരുടെ ഉള്ളിലേക്ക് അത് എത്തിക്കുന്ന രൂപത്തില് ആ സ്ക്രിപ്റ്റിനെ ഒരു സംവിധായകൻ കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് ജസ്റ്റ് വായിച്ചു പോയാൽ പോരാ, ഒരു മൂവി പുറത്തേക്ക് അതിന്റെ ആ ഔട്ട്പുട്ടിനെ ഫുള്ള് കണ്ടുകൊണ്ട്, മുഴുവനായിട്ടും കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കാൻ. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിന്റെ മേലിരിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിട്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് ആ ഒരു കാര്യത്തെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ ധൈര്യത്തോടു കൂടെ ഒരു കാര്യത്തെ, ആത്മവിശ്വാസത്തോടു കൂടെ, ക്ഷമയോടുകൂടെ, ഏറ്റവും അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് വേണ്ട ഹാർഡ് വർക്ക് എന്നുള്ളത്, കഠിനാധ്വാനം. ഇതെല്ലാമായി ഒരു കാര്യം നമുക്ക് പുറത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള സംഭവത്തെ കൊണ്ടുവന്നാല് പിന്നെ അതിൽ നമ്മളൊരു ഹോപ്പ്, പ്രതീക്ഷ വെക്കുക. ഇനി ഇതിനെല്ലാം അപ്പുറം നമ്മുടെ ഉള്ളിലുള്ള ആ കഴിവിനെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രകാശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള, അല്ലെങ്കിൽ കഴിയണം എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിനെ നമ്മൾ എങ്ങനെയാണ് ആർജിച്ചെടുക്കേണ്ടത്? എന്നെ ശ്രവിക്കുന്ന ഇതിലുള്ള ആളുകൾ
എല്ലാവരും വിശ്വാസികളാണോ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ആത്മീയമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് വിശ്വാസത്തെ എന്താ പറയുക കൂട്ടിപ്പിടിക്കുന്നവർ, അതുകൂടെ ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സക്സസ് എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിരീശ്വര, അതായത് ഒരു വിശ്വാസവും ഇല്ലാതെ നമ്മള് ഒരു കാര്യത്തെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2 കാര്യങ്ങളാണ് ഇന്നർ പവർ. പുറത്തേക്ക് നമ്മൾ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു വേഴ്സ്റ്റ് ആയ രൂപം. അപ്പൊ നിങ്ങൾക്ക് ഈ വേഴ്സ്റ്റ് ആയ രൂപം എന്ന് നമ്മൾ പറയുന്നത് ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. ലോകം ഒന്ന് ഇപ്പൊ നമ്മുടെ കറന്റ്ലി എന്താണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അതില് ഏറ്റവും ലോകത്തെ ഇപ്പൊ നടുക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭരണാധികാരി അയാളുടെ കഴിവുകളെ, അയാളുടെ പവറിനെ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു പവറിനെ ഏത് രൂപത്തിലാണ് ലോകത്ത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്. 2, ഗസ എന്ന് പറയുന്ന വളരെ ചെറിയൊരു സ്ഥലത്ത് കൂട്ടക്കുരുതി നടക്കുമ്പോഴും അവരുടെ സ്വന്തം മണ്ണിന് വേണ്ടി അവർ പോരാടുമ്പോൾ അവർ അനുഭവിക്കുന്ന തീവ്രമായ വേദനകൾക്കിടയിലും പഠിക്കാനാണെങ്കിലും, യൂണിവേഴ്സിറ്റികളാണെങ്കിലും, കല്യാണമാണെങ്കിലും, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന കാര്യത്തിലാണെങ്കിലും, ഈവൻ റസൂല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിക്കുക എന്ന് നമ്മൾ അറിയുകയാണെങ്കിലും ഒരു മരത്തൈ, ഒരു വൃക്ഷത്തൈ, അല്ലെങ്കിൽ ഒരു വിത്ത് നട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് വരുന്ന ആളുകൾക്ക്, ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന ആളുകൾക്ക് എന്താണ്, അത് ഉപകാരപ്പെടും. അപ്പൊ ആ ഒരു രൂപത്തിൽ ഇന്നും ഗസയിലെ ഒലീവ് പാടങ്ങളൊക്കെ നശിപ്പിച്ച്, ഫലസ്തീനിലെ ഒലീവ് പാടങ്ങളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കും. എങ്കിലും ഇന്നും അവരുടെ അവശിഷ്ടങ്ങൾക്കിടയിലും അവർ കൃഷി ചെയ്യുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ നമ്മുടെ ആ ഒരു എന്താ പറയാ, രാഷ്ട്രം, നമ്മുടെ രാജ്യം നമ്മുടേതാണ്. അത് മറ്റുള്ളവർക്ക് വന്നു കയറി അധിനിവേശത്തിലൂടെ കൈവശം വരുത്താനുള്ള ഒരു അവസ്ഥ അവർ നൽകുന്നില്ല. അവരുടെ ഒരു കുഞ്ഞു കുട്ടി പോലും ജനിക്കുന്നത് അത്ര ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ്. കാരണം മരണം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. അപ്പോ മരിക്കുന്നതിന് മുൻപ് നമുക്ക് ദൈവം തന്ന കഴിവുകളിലൂടെ, നമുക്ക് ദൈവം തന്ന നമ്മുടെ ആ ഒരു എന്താ പറയാ, ആർജവം, ഊർജം നേടിയെടുത്തുകൊണ്ട് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ നന്മ ഗസയിലുള്ള ആളുകൾ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അതാ പറഞ്ഞ ആ 2 ശക്തികൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചീത്തയായിട്ടുള്ള നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, പോസിറ്റീവ് എനർജി. ഇപ്പൊ പോസിറ്റീവ് എനർജിയെ നമ്മൾ കണ്ടെത്തുകയും അത് പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആത്മവിശ്വാസം, ക്ഷമ, ധൈര്യം, പ്രതീക്ഷ, വിശ്വാസം, കഠിനാധ്വാനം എന്നുള്ളതൊക്കെ ഈ ഒരു രൂപത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിഞ്ഞാല് പിന്നെ ഇതൊന്നും തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂറിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഒരു വാക്ക് നമ്മൾ എടുത്തിടുമ്പോൾ ആ വാക്കിനെ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ആ വാക്കിൽ അടങ്ങിയിരിക്കും. ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഈ അടുത്ത് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം പറയുകയുണ്ടായി, വാക്ക് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന വാക്ക്, ആ വാഗ്ദേവതയുമായുള്ള ഒരു രതിയാണ്
എഴുത്തുകാരന്റെ മികവ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പൂർണ്ണമായും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അതൊരു ഒരു പക്ഷം, അതായത് ഒരു പുരുഷപക്ഷം മാത്രമായിട്ട് മാറും. പക്ഷെ അതൊന്നുമല്ലാതെ തന്നെ വാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ സമയം നമ്മൾ സ്വയം കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കാൻ, പ്രകാശിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിന് ഇന്ന് ലോകത്ത് നമുക്ക് എല്ലാത്തിനും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചതുരപ്പെട്ടി ഫോൺ തന്നെ ധാരാളമാണ്. എത്രമാത്രം നമുക്ക് നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം പിടിച്ചു നിൽക്കാനും നമ്മളാൽ മറ്റുള്ളവർക്ക് ഒരു പ്രകാശത്തെ കൊടുക്കാനും ഒരു പ്രകാശ കിരണത്തെ നമുക്ക് നൽകാനും എങ്ങനെ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയണമെങ്കിൽ നല്ലൊരു ക്ലാസ് തന്നെ വേണം. പക്ഷെ അതിലും ഇതായിട്ട് പറയുന്നത് അള്ളാഹ് ഓരോരുത്തരെയും പല കഴിവുകളോടെയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മീനിനോട് മരത്തിൽ കയറാൻ പറഞ്ഞാൽ അത് പരാജയപ്പെട്ടു പോകും. പക്ഷേ വെള്ളത്തിൽ നീന്താൻ പറഞ്ഞാൽ ആ മീൻ നന്നായി വിജയിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ കാണേണ്ടത്. നമ്മുടെ ഏത് ഏരിയയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഏരിയയെ നമ്മൾ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. മായ ആഞ്ചലുവിന്റെ ഒരു കോട്ടിങ് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാല്, അവര് പറയുന്നുണ്ട്, മൈ മിഷൻ in the life is not merely to survive, but to thrive, and to do so with some passion, some compassion, some humor, and some style എന്ന് മായ ആഞ്ചലു അവരുടെ ഒരു പുസ്തകത്തിൽ അവരുടെ കോട്ടിംഗ് ആയിട്ട് പറയുന്നു. കാരണം ജീവിതത്തിലെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമ്മൾ അതിജീവിക്കുക എന്ന് മാത്രമല്ല, അതിജീവിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ പാഷനെ കൂട്ടിപ്പിടിക്കുക, അത് വളർത്തുക എന്നതാണ്. ബട്ട് ത്രൈവ് എന്ന് പറഞ്ഞ ത്രൈവ്, ഗ്രോ ചെയ്യിപ്പിക്കുക, വളർത്തുക. അതുപോലെ തന്നെ നമ്മുടെ കമ്പാഷൻ, മറ്റുള്ളവരെ കൂട്ടിപ്പിടിക്കുക, അതുപോലെ നമ്മുടെ ദയ, കരുണ, ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ള സംഭവമാണ്. ആ സംഭവത്തെ പരിപോഷിപ്പിക്കുക, വളരെ രസകരമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, സ്വന്തം ഒരു ആറ്റിറ്റ്യൂഡ് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവരെ കോപ്പി അടിക്കാതെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, അതല്ലാതെ നമ്മളായിട്ട് ഒരു ഐക്കണായി മാറാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഉറച്ചു വിശ്വസിക്കുക, അതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ജീവിതം വെറുതെ ഇങ്ങനെ കടന്നു പോകാനുള്ള കാര്യമല്ല എന്ന് ജനിക്കുമ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് സന്തോഷത്തോടുകൂടെ നമുക്ക് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. എന്റെയൊക്കെ ജീവിതം വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തളർന്നു പോകേണ്ട ഒരുപാട് അവസരങ്ങളിൽ നിന്നും പടച്ചവന്റെ അനുഗ്രഹത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തില് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാവിലെ നിങ്ങളോട് കൂടെ സംവദിക്കാനിരിക്കും എന്ന് ഒരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരുത്തി എന്നുള്ളത് അൽഹംദുലില്ലാ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കുറഞ്ഞ വേളയിൽ എന്നെ ശ്രവിച്ച ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്.
എല്ലാവരോടും ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒരു ദിവസത്തില് നമ്മള് ഒരു ദിവസത്തെ നിങ്ങൾ ഇപ്പോ പാർട്ട് ചെയ്തിട്ട് രാവിലെ ഏറ്റവും ഏർലി മോർണിംഗിൽ നമ്മൾ ഇരിക്കുകയാണ്. ആ ദിവസം മുഴുവൻ നന്നായിരിക്കട്ടെ. നമ്മുടെ ഒരു ചെറിയ വാക്കോ ഒരു നോക്കോ ഒരു പുഞ്ചിരിയോ എന്തുമാകട്ടെ മറ്റുള്ളവർക്ക് കൂടെ പകർന്നു നൽകാൻ പറ്റുന്ന ഒരു പ്രകാശകിരണമായി നമുക്ക് മാറാൻ കഴിയട്ടെ. പിന്നെ നമ്മൾ എന്തിനെ കാണുമ്പോഴും കണ്ണാലല്ലാകെ കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ, ആ ഒരു വരി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണാൽ നമ്മൾ കാണുന്ന ഒരു ഉപരിപ്ലവമായ കാര്യമല്ല, അതിനകത്തേക്കുള്ള ആഴത്തിലുള്ള ഒരു കാഴ്ച നമ്മളിൽ ഏവരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോ സിജിയുടെ ഒരു പരിപാടി, സിജി എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ഒരു തലയിൽ ഉദിച്ച അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരിൽ ഉണ്ടായ ഒരു വിഷനാണ്. ആ വിഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രഗത്ഭരായിട്ടുള്ള ഓരോ മനുഷ്യരുടെ വിഷനാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു പാർട്ടായിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഒരു ഇന്നോവേഷൻ നമുക്കും നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ. താങ്ക് യു മാം. പനിയുടെ ആലസ്യത്തിൽ നമ്മോട് ഹൃദ്യമായി സംവദിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹസ്ന മാം. നല്ല പനിയാണ്, ക്ഷീണാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ആ ഒരു ശബ്ദത്തിന്റെ മനോഹാരിത കൊണ്ട് ഇന്നത്തെ ഡിവിഷൻ അടിപൊളിയായിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നല്ലൊരു ശബ്ദ സന്ദേശമാണ് ഇന്ന് 261 പുലരിയിൽ നമ്മുടെ കാതുകളിൽ അലയടിച്ചത്. നല്ല ചിന്തകൾക്ക് തിരികൊളുത്തിയ ഹസ്ന മേഡത്തിന് ഡിവിഷൻ ടീമിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ എന്നും നമ്മോടൊപ്പം നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വൻ വിജയമാക്കി മാറ്റാൻ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഡിവിഷൻ ടീമിന്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം ഡിവിഷൻ ടീം ഡയറക്ടർ നൂസിയ മാം, കൂടാതെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.